പണിയെടുക്കുക, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പണിയെടുത്തിട്ട് നമ്മൾ ജീവിക്കണം. ഡൗട്ട്സ് ഏത് ടൈമിലാണ് ചോദിക്കാൻ നമുക്ക്. 700 ഫോളോവേഴ്സ് ആ ഒറ്റൊരു വീഡിയോ തന്നെ നമുക്ക് ഫോളോവേഴ്സ് കയറി. 60 lakhന്റെ ഒരു ഓർഡർ ഇതിൽ വന്ന ലീഡിലുണ്ട്. മാർക്കറ്റിംഗ് ഒരു മെയിൻ പാർട്ടാണെന്ന് മനസ്സിലാവുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മുഹമ്മദ് ആദിൽ IP ആണ്. ആദിൽ IIDT നിന്നും പഠിച്ചതിന് ശേഷം ഹമീർസ് ഹൈടെക് ബിൽഡേഴ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ആദിൽ. താങ്ക്സ്. ആദിൽ IIDT ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ചെയ്തത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് +2 ഏത് സ്ട്രീമിലാണ് ചെയ്തത്? കൊമേഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ എറണാകുളത്ത് ലോജിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടി പോയി. ലോജിസ്റ്റിക്സ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അന്ന് അതിൽ നിന്ന് ട്രെൻഡിങ് ലോജിസ്റ്റിക്സ് ആയതുകൊണ്ട് അതിൽ കയറിയാണ്. പിന്നെ അത് ഒരു 1 year ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജോബായി. പക്ഷെ ഞാനിവിടെ കോയമ്പത്തൂരായിരുന്നു. ഒരു 10 ദിവസം ഞാൻ പോയിട്ടുള്ളൂ പണിക്ക്. പിന്നെ ഞാൻ റിട്ടേൺ ആയി ജോബ് ഒഴിവാക്കിയിട്ട് ഞാൻ നാട്ടിൽ പോയി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് പണിയെടുക്കാം, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പണിയെടുത്തിട്ട് നമ്മൾ ജീവിക്കണം. ലോജിസ്റ്റിക്സ് ഫീൽഡിനോട് താല്പര്യമില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ഞാനൊരു 6 months വെറുതെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ആഡ് കണ്ടാലും എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിരുന്നു ഫസ്റ്റ് ബാച്ചിൽ. അവനോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇന്റർവ്യൂക്ക് വന്നു. പിന്നെ അപ്പോൾ ഇന്റർവ്യൂവിൽ സെലക്ട് ആയി. പിന്നെ അവിടെ ജോയിൻ ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ക്ലാസ് ആയിരുന്നു. സാർമാരാണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. അത് ഇപ്പോൾ 3 മണിയാണെങ്കിലും 4 മണിയാണെങ്കിലും ടൈമിനൊരു പ്രശ്നമില്ലായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മോഡ്യൂൾ ഏതാ? ഏത് ടോപ്പിക്കാണ്? എഡിറ്റിങ്ങിന്റെ, പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ, നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇൻട്രസ്റ്റിംഗ്. IIDT കോഴ്സിന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സ്റ്റോറീസോ എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? നമുക്ക് ആഡ് എടുക്കാനായിരുന്നു പ്രൊഡക്റ്റിന്റെ. നമ്മള് സ്റ്റോറി നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാം. ആ ഒരു ഭാഗമല്ലേ. എന്തിന്റെ ആഡ് ആണ് ചെയ്തത്? ഫാനിന്റെ പോർട്ടബിൾ ഫാൻ ആയിരുന്നു. പോർട്ടബിൾ ഫാൻ ആണോ? ആ പ്രൊഡക്റ്റ് സ്വന്തം കണ്ടുപിടിച്ചതാണോ അല്ലെങ്കിൽ? സ്വന്തം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ ആഡ് ചെയ്തു. എന്നിട്ട് അത് നിങ്ങൾ റൺ ചെയ്തിടണോ? ഇപ്പം ഇവിടെ പഠിച്ചതിന് ശേഷം പ്ലേസ്ഡ് ആയല്ലോ. അപ്പം അതിനെ പറ്റി ഒന്ന് കൂടുതൽ പറയാം. നിങ്ങൾ ഏത് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയത്? എന്ത് റോളിലാണ് പ്ലേസ്ഡ് ആയത്? ഞാൻ പ്ലേസ് ആയി 6 months കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലേസ്ഡ് ആയിരുന്നു. നമ്മൾ ഹമീർസ് ഹൈടെക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് 0 ആയിരുന്നു ആ കമ്പനി ഉണ്ടായിരുന്നത്. ഞാൻ കയറുമ്പോൾ ഫോളോവേഴ്സും വീഡിയോസും ആരും പ്രോപ്പറായിട്ടൊന്നും ഇല്ല. ആ ഒരു ഇതിലായിരുന്നു ഞാൻ കയറി. ഒരു 2 weeks ഞാനൊന്നും ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അങ്ങനത്തെ ഫീൽഡ് കയറുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഫുൾ സപ്പോർട്ട് നമ്മളെ സാർമാരുടെ അടുത്ത് മെൻറ്റർമാരുടെ അടുത്ത് കറക്റ്റ് നമുക്ക് കിട്ടി. നമുക്ക് പേടിയില്ലാതെ മുന്നോട്ട് പോകാതെ അങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് കിട്ടി ഇവിടുന്ന്. പിന്നെ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോൾ വീഡിയോസ് ഉണ്ട്. കറന്റ് ഇപ്പോൾ ഒരു വീഡിയോ 3.2 million ആയി. 3.2 million വ്യൂസ് ആയി. പിന്നെ ഒരു വീഡിയോ 1.4 million ആയിക്കാണ്. പിന്നെ 100K 200K ആണ്. കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവിടെ മേജർ റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റി. 4 months കൊണ്ട് ഞാൻ കയറുമ്പോൾ എത്രയാണ് ഒരു 200 ഉണ്ടായിരുന്നുള്ള ഫോളോവേഴ്സ്. ഒരു 3 months 1K ആക്കാൻ പറ്റി. എങ്ങനെയാണ് ഈ രണ്ട് കാര്യം ചെയ്തത്? അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു 1 million വ്യൂ കിട്ടിയ വീഡിയോ, എന്തുകൊണ്ടാണ് ഒരു വീഡിയോക്ക് അത്ര വ്യൂസ് കിട്ടുന്നത്? ഇനിയിപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്നത് ഒറിജിനാലിറ്റി. അവർക്ക് ഒറിജിനൽ വീഡിയോനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്തപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അധികം റീച്ച് ഇല്ല. അപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ആയ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ അത് ഫുള്ള് ക്ലിക്കായിരുന്നു. അതും ആ വീഡിയോസ് ഇടുമ്പോൾ ഡ്യൂറേഷൻ കുറച്ചിട്ടാൽ മതി. ഞാനതൊരു 15 സെക്കൻഡിനുള്ളിൽ തീർത്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ട്. അപ്പോൾ ഡ്യൂറേഷൻ കുറച്ചപ്പോഴാണ് വീഡിയോന്റെ റീച്ച് കൂടിയത്. അതിൽ തന്നെ ആ ഒരു വീഡിയോ തന്നെ ഒരു 700 ഫോളോവേഴ്സ് ആ ഒറ്റൊരു വീഡിയോ തന്നെ നമുക്ക് ഫോളോവേഴ്സ് കയറി. ഒരു വീഡിയോ തന്നെ 700 ഫോളോവേഴ്സ് വന്നു. അപ്പം ഈ വീഡിയോസ് ഇങ്ങനെ റീച്ച് കിട്ടുന്നതുകൊണ്ടാണ് ഫോളോവേഴ്സ് കൂടെ പോരാത്തതിന് നമുക്കൊരു 15+ ഓർഗാനിക് ലീഡ് അതിന് വന്ന്. അതിലിപ്പോ ഒന്ന് കൺവേർട്ട് ആയിക്കണ്. ഒരു 60 lakhന്റെ ഒരു ഓർഡർ ഇതിൽ വന്ന ലീഡിലുണ്ട്. അപ്പൊ അതിന് ആഡിനായിട്ട് വേറെ പൈസ ചെലവാക്കിയിട്ടില്ല. അവിടെ കയറിയതിന് ശേഷം അതിന് അങ്ങനെയായിട്ട് ഒരു ഫണ്ട് ചെലവായിട്ടില്ല. അതിനായിട്ട് ആഡിന് റൺ ചെയ്തിട്ടില്ല. ഫുള്ളി ഓർഗാനിക് ആണ്. അപ്പം എന്തൊക്കെ ടൈപ്പ് കോണ്ടന്റ് ആണ് പൊതുവെ ഷൂട്ട് ചെയ്യാറുള്ളത് ഓർഗാനിക്കില്? ഷൂട്ട് ചെയ്യണ വീടിന്റെ മെയിൻ ആയിട്ട് ഫിനിഷ് ചെയ്ത വീഡ്സിൻ്റെതും, പിന്നെ വർക്ക് നടക്കുന്ന കാര്യങ്ങൾ സൈറ്റിൽ തന്നെ നടക്കണതൊക്കെ കറക്റ്റ് ഇടും. അതേമാതിരി ഈ നമ്മൾ വീടുണ്ടാക്കുന്നത് ഏജ് നോക്കുകയാണെങ്കിൽ ഒരു 25 ആ ഏജുള്ളവരാണ്. എബോ മേലക്കുള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അധികം എൻഗേജ് ആവുന്നത് ഫേസ്ബുക്ക് എന്നുള്ള ഒരു പേജിലാണ്. അപ്പൊ ഞാൻ അതിലും ഓൾറെഡി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 2 months കൊണ്ട് അതിൽ 11K ആയി ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ്. അപ്പം ഇതിലൂടെ തന്നെ ലീഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം, മെയിൻ ആയിട്ട് ഫേസ്ബുക്കാണ്.
ലീഡ്സ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ ആദ്യമാണോ ഫുള്ള് എൻഡ് ടു എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടീമാണോ, എങ്ങനെയാണ്? ഇല്ല, ഫുള്ള് ഒറ്റയ്ക്ക് ഞാൻ തന്നെ. ഇപ്പോൾ ലീഡ്സ് വരികയാണെങ്കിലും ആദ്യം എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കാരണം അവിടെ കൺവേർട്ട് ആക്കാൻ വേറെ ഒരാളില്ല. അവിടെ പിന്നെ അവരോടൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചിട്ട് ഞാൻ ക്ലയൻസിന് ഞാൻ തന്നെ വിളിക്കും, മെസ്സേജ് അയക്കും, അവരുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയിട്ട് അത് മാനേജറിന് ഞാൻ കൊടുക്കലാണ്. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്പാക്ക, അതിന്റെ വരുന്ന മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യുക, എന്നിട്ട് ലീഡ്സിന് സംസാരിച്ചിട്ട് ആ കൺവിൻസ്ഡ് ആയിട്ടുള്ള ലീഡ്സിനെ നേരെ നിങ്ങളുടെ ടീമിലേക്ക് കൊടുക്കുക. ആ ഫുൾ പ്രോസസ് ആദ്യം ചെയ്തത്. ഇതിന് ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിങ്ങിന്? വീഡിയോ എഡിറ്റിംഗ് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് CapCut ആണ്. CapCut. അപ്പോൾ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തത്? അല്ല, PC-യിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എന്ത് ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ? ഞാൻ ഇപ്പോൾ അവിടെ കയറിയതിൻ്റെ ശേഷം ഗ്രൂപ്പ് ആദ്യം സൈറ്റിൽ എന്താ വർക്ക് എടുക്കണം എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് സൂപ്പർവൈസർമാർ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കാരണം അവർക്ക് നമ്മളെ വിളിച്ചു വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചിലപ്പോൾ ദൂരത്തുള്ള നമുക്ക് സൈറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. അതിന് വരെ ഞാൻ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സൂപ്പർവൈസർമാരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഏത് സൈറ്റിലാണ് പോകുന്നത് ആ കാര്യങ്ങൾ ഒരു 3 വീഡിയോസും ഒരു 3 ഫോട്ടോസും വെച്ചിട്ട് അവർ അപ്ലോഡ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് ചോറിടാൻ അതിനായിട്ടാണ് പോകേണ്ട ആവശ്യമില്ല. അതിന് എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഏത് സൈറ്റിൽ എന്ത് പണിയാണ് നടക്കുന്നത് അത് മുൻകൂട്ടി അതിൽ പറയാം. അപ്പോൾ എനിക്ക് അവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും, ഇവരെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ആ രീതിക്ക് ആക്കിയിരുന്നു. ഇതിന് കൂടെ നടന്ന കൺസ്ട്രക്ഷൻ പണി കുറച്ചൊക്കെ പഠിച്ചോ? അപ്പം ആ ബിസിനസ് അറിഞ്ഞാലേ നമുക്ക് അതിനുള്ള ടൈപ്പ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതില് ഏത് ഏജിലാണ് പ്ലേസ്ഡ് ആയത്? 20 ഏജില്. അപ്പം ഫസ്റ്റ് സാലറി കിട്ടിയില്ല പ്ലേസ്ഡ് ആയ ശേഷം? അപ്പൊ എന്താ ചെയ്തത്? ഉമ്മാക്ക് കൊടുത്ത് ഫുൾ എമൗണ്ട്? ഓക്കെ. പിന്നെ ഉമ്മാനും അവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കും. ഓക്കെ, എല്ലാവർക്കുമായിട്ട് പൈസ കൊടുത്തു. നിങ്ങൾ കോഴ്സിൽ ചേർന്ന ടൈമില് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവല്ലോ, സാലറി കിട്ടിയാൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ ഡ്രീം എന്തായിരുന്നു? സാലറി കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നാണോ? ഫസ്റ്റ് സാലറി അവർക്ക് കൊടുക്കണം തന്നെയാണ് പൊതുവെ. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവല്ലോ ഓരോന്ന് വാങ്ങണം ചെയ്യണം എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ഇതുവരെ എന്തൊക്കെ ചെയ്തു? എന്നിട്ട് ജോബ് നമ്മൾ വിചാരിക്കല്ലേ ജോബിൽ കയറിയാൽ ഇന്നത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ജോബ് സ്ഥലങ്ങൾ കുറെ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എവിടേക്കും പോയിട്ടുണ്ടോ അതിന് ശേഷം? ഇല്ല, പോവാൻ നിൽക്കുന്നുണ്ടോ. എവിടെയാ പ്ലാൻ ചെയ്യുന്നത്? മഹാരാഷ്ട്ര, മുംബൈ ട്രിപ്പാണ്? സോളോ ആണോ? ഇല്ല, ഫ്രണ്ട്സ്, ബ്രദർ ഉണ്ട്. ട്രിപ്പില് പറഞ്ഞ ആൾക്കാർക്ക് എത്തിപ്പെടോ? ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അപ്പൊ എന്തായാലും എത്തിപ്പെടും. പിന്നെ നിങ്ങളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഒരു ബിസിനസ്സിന്? മാർക്കറ്റിംഗ് ഒരു മെയിൻ പാർട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഈ കമ്പനിയിൽ വരുന്നതിന് മുമ്പ് അവർ വീഡിയോസ് ഇട്ടിരുന്നു, പക്ഷെ അവർക്ക് ലീഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവരതിന്റെ പ്രാധാന്യം കണ്ടിട്ടാണ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ കയറിയത്. അതിന്റെ ശേഷം പിന്നെ നമ്മൾ ഒരു ഗ്യാപ്പില്ലാതെ, കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സാറന്നെ പറയും. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങി നമ്മളോട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആർക്കൊന്ന് അമീർ സൈറ്റൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ആരതാണ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ കറന്റ് വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സാർ ഇങ്ങനെ പറയുന്നത് നമുക്ക് തന്നെ ഒരു എനർജിയാണ്. ഓരോ വീട് പണി കഴിയുമ്പോൾ ആൾക്കാർ പറയും എന്റെ ഇടൂല. അപ്പൊ ഇഷ്ടമായ ആൾക്കാർക്ക് അവരുടെ വീട് കാണിക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പം അതിന്റെ പ്രോസസ്സിലൂടെ ഡ്യൂറേഷൻ കുറച്ചിട്ടാണ് ഇത്രയും റീച്ച് കിട്ടിയത്. അതിൽ വേറെ എന്തെങ്കിലും ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? വേറെ നമ്മള് പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ ക്യാപ്ഷൻസ് കാര്യങ്ങൾ നമ്മള് ഹാഷ്ടാഗും ക്യാപ്ഷൻസും പിന്നെ ഹുക്ക് ആദ്യം ഞാൻ നോർമലി ഇടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു റീച്ച് ആവുന്നില്ല. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള റീച്ച്. അപ്പൊ ഞാൻ ആദ്യം ഇട്ട വീഡിയോസിനൊക്കെ ഇതേമാതിരി ക്യാപ്ഷൻ ആദ്യം ഇട്ട് മൊത്തം കളഞ്ഞിട്ട് വീഡിയോ ഒന്നും പാടി ഇതേമാതിരി പ്രോംപ്റ്റ് അടിച്ചിട്ട് ആ ഹുക്ക് ഇട്ടപ്പോ ആദ്യം ഇട്ടതും കേരളം എടുത്തു. അപ്പൊ പഴയ വീഡിയോസ് ജസ്റ്റ് നിങ്ങൾ റീപോസ്റ്റ് ചെയ്തതാണ്? അല്ല, പോസ്റ്റ് അവിടെ തന്നെ വെച്ച് അതിന്റെ ഡിസ്ക്രിപ്ഷൻ മാറ്റി പ്രോംപ്റ്റ് അടിച്ച് ഇതിട്ടപ്പോ അതും കേരളം എടുത്തു. അത് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമുക്ക് പഴയ വീഡിയോസ് ആണെങ്കിലും അതിന്റെ ഡിസ്ക്രിപ്ഷന് അപ്ഡേറ്റ് ചെയ്താല് കറക്റ്റ് ആയിട്ട് വെച്ച് പ്രോംപ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് റീച്ച് ആവും. ഓക്കെ, അങ്ങനെ കൂടിയൊരു വീഡിയോ ഉണ്ടോ? വീഡിയോ ഉണ്ട്. അത് എത്ര വ്യൂയിലേക്കാ ചാടിയത്? അതൊരു 3K 4K ഉള്ളത്. അതൊരു 10-11 ഒക്കെ എത്തി. 10-11 എത്തി. 3-4. അപ്പൊ അതെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും. ഞാൻ വെറുതെ ട്രൈ ചെയ്തതാണ്, ഉറപ്പില്ലായിരുന്നു. പക്ഷെ ട്രൈ ചെയ്തിട്ട് ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ IIT കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിച്ച എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് റൈറ്റ് അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ജോബിൽ? പ്രോംപ്റ്റിന്റെ കാര്യത്തിൽ, പിന്നെ വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ ഇതൊക്കെ നമുക്ക് നല്ല ഉപകാരമായിരിക്കണം.
ഓക്കെ, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തത്? വീഡിയോ എഡിറ്റിങ്ങിലാണ് മെയിൻ ആയിട്ട് വന്നത്. വീഡിയോ ഷൂട്ടിങ്ങിൽ പറ്റുന്നുണ്ട്, ആംഗിൾസ് കാര്യങ്ങൾ, ഏത് ആംഗിളാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഈ ലൈറ്റ് അഡ്ജസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക്. പിന്നെ അതുമാതിരി കളറിങ്ങിന്റെ എഡിറ്റിങ്ങിലാണെങ്കിൽ കളറിങ്ങിന്റെ പഠിപ്പിച്ചത് കറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ന്യൂ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും, അതേപോലെ നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്യണം വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അതിന് പറയാനുള്ള അഡ്വൈസ് എന്താണ്? പ്രോപ്പറായിട്ട് കണ്ടന്റ് ഇടുക. കാരണം ഇനിയുള്ള അങ്ങോട്ട് മൊത്തം ഡീറ്റെയിൽ ആവും ഇനി ഫുള്ള് ഉണ്ടാവുക. അപ്പോൾ കണ്ടന്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, കണ്ടന്റ് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ക്യാമറ റൂമിൽ വരാനുള്ള മടിൻ്റെ ആളാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് അത് ആ കാര്യങ്ങളൊക്കെ മാറിയത്. അപ്പം നമ്മള് കോഴ്സിൽ കണ്ടന്റ് റെഗുലർ ഇടണം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതേപോലെ കോഴ്സ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ജോയിൻ ചെയ്യുക. ഇവിടെ അടിപൊളിയാണ്, സാറുമാരാണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡൗട്ട്സ് ഏത് ടൈമിലാണ് ചോദിക്കാൻ നമുക്ക്. അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ. നമ്മൾ വേറെ കുറെ പഠിച്ചാലും ഓവറായിട്ട് നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയല്ല, ഇത്ര ടൈം വരെ, കാരണം അവർ ഉറങ്ങുന്ന ടൈമാണ്, പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റില്ല, ആ ഒരു ഇതാണ്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ സാറുമാരെ നമ്മളൊപ്പം ഫുഡ് കഴിക്കാൻ പോകും, ഒപ്പം കളിക്കാൻ പോക്ക്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പിന്നെ വെച്ചാൽ പൊതുവെ ബാക്കിയുള്ള പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമാരല്ല. നമുക്ക് ഇവിടെ ബാക്കിയുള്ളടത്തൊക്കെ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നു, അവർ ഓക്കെ എന്നാൽ ക്യാഷ് അയക്കുക, നമുക്ക് ജോയിൻ ചെയ്യാം, ആ രീതി. പക്ഷേ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ കിട്ടിയാലേ നമുക്ക് ഇവിടെ എടുക്കുള്ളൂ. പിന്നെ എത്ര ലിമിറ്റേഷൻ സ്റ്റുഡൻസിന് 25 വെച്ചാൽ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും എത്തണം. ഓവർ സ്റ്റുഡൻസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സൊല്യൂഷൻ ആവില്ല, അവർ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ലിമിറ്റേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഡൗട്ട്സും ചോദിക്കാം, അപ്പൊ തന്നെ റിപ്ലൈയും കിട്ടും. ഇപ്പൊ നമ്മളൊരു കോഴ്സിനും ഒരു ജോബിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവല്ലോ, ഒരു എഡ്യൂക്കേഷനും ഒരു ജോബിലേക്ക് പോകുമ്പോൾ. അപ്പം ആ ട്രാൻസിഷൻ അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ജോബിലേക്ക് കയറിയപ്പോൾ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2 വീക്ക് എന്താ ചെയ്യേണ്ടി എന്നുള്ള അറിയില്ല. ഞാൻ 2 വീക്ക് ഒരു വീഡിയോ അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അപ്പോഴെന്നിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് സാർമാരാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്റേൺ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു, ഇത് എടുക്കണോ വേണ്ടതെന്നുള്ളത്. ആ ഒരു അവസ്ഥ ആകുമ്പോൾ അവർ പറഞ്ഞ് നമുക്കൊരു 1 വീക്ക് പാടി നോക്കാം, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അത്രയും മോശപ്പെട്ട ഇതിലാണ് നിന്നത് ഞാൻ. പിന്നെ ആ 1 വീക്ക് കൊണ്ടാണ് ഞാൻ കറക്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യലും സൈറ്റിൽ പോയി വീഡിയോ എടുക്കലും ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പിന്നെ അവിടെ സെറ്റായി. ആ 1 വീക്കിൽ എന്താണ് മാറിയത്? കറക്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നു. അവർക്ക് അതിൽ നിന്ന് മെയിനായിട്ട് വേണ്ടത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റാക്കി ചെയ്ത് നമ്മൾ ഈ സൈറ്റിൽ പോവുക, അവരെ വീഡിയോസ് എടുക്കുക, അതൊക്കെ കറക്റ്റായി ചെയ്ത് അങ്ങനെ. അപ്പം ആ മുന്നേ നടക്കാത്ത കാര്യം അപ്ലോഡ് ചെയ്തൊക്കെ നടന്നല്ലോ കറക്റ്റായിട്ട്. അവിടെ എന്ത് ചേഞ്ച് ആവുന്നത്? ആക്ച്വലി ഇത് നമ്മളെ മെയിൻ മെന്റേഴ്സും സാറുമാര് കാരണം അവർ പറഞ്ഞത് ഇത് ചെയ്യിച്ച് അപ്പോൾ അതിന് റിസൾട്ട് കിട്ടും. ഇതുവരെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കണ വരെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ മാതിരി ജുനൈദ് സാറും അൻവർ സാറൊക്കെ സപ്പോർട്ട് ഉണ്ടായി. ഡൗട്ട്സ് ചോദിക്കുമ്പോഴും എല്ലാം അപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. അപ്പം ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തായിരുന്നു ആ ചേഞ്ച് പോസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത്? അവിടെ എന്താ കണ്ടന്റ് ഇടണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നത്, കൺസൾട്ടൻ ഫീൽഡിൽ. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ മെൻറ്റർമാരെ പറഞ്ഞത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അങ്ങനത്തെ കണ്ടന്റ് ചെയ്യലെടുത്ത്. എന്ത് ടൈപ്പ് കണ്ടന്റ് ചെയ്യാനാ പറഞ്ഞത്? ഇന്റീരിയർ അതിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് വീടുകൾ ഇപ്പോൾ 2 ഇയർ 3 ഇയർ ഒക്കെ പണി ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ പറഞ്ഞത് നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിടാനും 2D 3D ആവണ ആനിമേഷൻ വീഡിയോസ്. അവരുടെ കമ്പ്യൂട്ടറിൽ 2D 3D ആവുന്നു. അങ്ങനെയൊക്കെ വേറെ എന്തൊക്കെ ടൈപ്പ് ആണോ? പിന്നെ അവർ സൈറ്റിൽ വർക്ക് എടുക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനെടുത്ത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ആയപ്പോഴാണ് ആ വീഡിയോസിന്റെ ഫ്രീക്വൻസി കൂടിയത്. അതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ എന്താ? അതായത് സപ്പോസ് 5 കൊല്ലമായിട്ട് എന്താവണം, 10 കൊല്ലമായിട്ട് എന്താവണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? അല്ലെ, കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നാണ്. കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നാണ്. എത്ര ഫോളോവേഴ്സ് ഉള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആവണം? ഒരു 500K ഫോളോവർ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം. എന്നാൽ അതിൽ ഫ്യൂച്ചറിൽ ഒരു 500K ഫോളോവർ ഉള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിലെ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ അതിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ താഴെ കമന്റ്സിൽ ടൈപ്പ് ചെയ്തോളൂ. താങ്ക് യു.